പണ്ണാലും പ്ലാൻ പണിതാ പണ്ണണമെന്ന് പറയുന്നത് വെറുതെ ഒന്നുമില്ല കേട്ടാ. അതിലെല്ലാം ചില കാര്യങ്ങളെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു റെസിപ്പി ചെയ്യുന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇഷ്ടംപോലെ സമയം എന്ത് ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെയുള്ളവർക്കെല്ലാം അങ്ങനെ ഉണ്ടല്ലോ ഒരു കുഴപ്പമില്ല. കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റ് ഒക്കെ നോക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്യുക. വലിയ പാടൊന്നുമില്ല. എന്നാൽ എന്നെ പോലെ ഒട്ടും സമയമില്ല എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ സംഭവം അങ്ങോട്ട് പാളും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ പാളിപ്പോയ സാധനങ്ങളൊക്കെ ഒന്നായിട്ട് ഇങ്ങോട്ട് കൂട്ടും. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും കുറച്ചും കൂടി പാലൊക്കെ ഒഴിച്ച് ഗീയൊക്കെ ഒഴിച്ചിട്ട് കൈവക്കാണ്ട് ഇളക്കി നല്ലപോലെ ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ അങ്ങോട്ട് ആക്കിയെടുക്കും. നമ്മൾ ഈ റെസിപ്പീസിൻ്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ കാണുന്നില്ലേ, ഇത് പോയിട്ട് അതുണ്ടായി, അത് പോയിട്ട് ഇതുണ്ടായി എന്നൊക്കെ. അങ്ങനെയാണ് പുതിയ പുതിയ റെസിപ്പികൾ ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞതിൽ എനക്കും നല്ല സന്തോഷമുണ്ട്. ടേസ്റ്റ് എല്ലാം ഉണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തിന്നൊരു മുട്ടായിൻ്റെ ഒരു ടേസ്റ്റ്. എന്തായാലും കുറച്ച് ദിവസം ആലോചിക്കാനൊരു സാധനം കിട്ടിയല്ലോ. എന്നാലും ഏതായിരിക്കും മുട്ടായി?